നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഓയിൽ ഫാക്ടറിയാണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റൻ. ഇത് വെറുമൊരു ഉപഗ്രഹമല്ല, ശാസ്ത്രലോകത്തെ മുഴുവൻ അമ്പരിപ്പിക്കുന്ന ഒരു ഓയിൽ ഫാക്ടറി എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഭൂമിയിലുള്ളതിനേക്കാൾ 100 മടങ്ങ് ഇന്ധനവും പ്രകൃതിവാതകവും ഇവിടെ സുലഭമാണ്. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് ഭൂമിയിലുള്ളതുപോലെ വെള്ളമല്ല, മീഥേനും ഈഥേനും ഒഴുകുന്ന പുഴകളും തടാകങ്ങളുമാണ്. നമ്മൾ ടൈറ്റനെ വിളിക്കുന്നത് ഭൂമിയുടെ ഇരട്ട എന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം ഭൂമിയെപ്പോലെ നൈട്രജൻ അന്തരീക്ഷത്തിലുള്ള ഏക ഉപഗ്രഹമാണ് ടൈറ്റൻ. ഇവിടെ മേഘങ്ങളുണ്ട്, മഴയുണ്ട്, നദികളുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, അവിടെ പെയ്യുന്നത് വെള്ളമല്ല, മറിച്ച് മീഥേൻ ദ്രാവകമാണ്. ഭൂമിയിലേതുപോലെ പർവ്വതങ്ങളും മണൽക്കുന്നുകളും ടൈറ്റനിലുണ്ട്. സൗരയൂഥത്തിൽ ഭൂമിക്ക് പുറത്ത് സ്ഥിരമായി ദ്രാവക രൂപത്തിലുള്ള തടാകങ്ങൾ ഉപരിതലത്തിൽ കാണുന്ന ഏക ഗ്രഹവും ഇതുതന്നെയാണ്. ഭൂമിയിൽ ഇന്ധനത്തിനായി നാം യുദ്ധം ചെയ്യുമ്പോൾ ടൈറ്റൻ ഒരു നിധിശേഖരം പോലെ നിലകൊള്ളുന്നു. ടൈറ്റനിലെ ലിജിയാമേയർ എന്ന ഒറ്റ തടാകത്തിൽ മാത്രം ഭൂമിയിലുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രകൃതിവാതകം അവിടെയുണ്ട്. ഇത്രയധികം ഇന്ധനമുള്ള ഈ ലോകത്ത് ഒരു തീപ്പെട്ടി ഉരച്ചാൽ കത്തിയമരുമോ? ഇല്ല എന്നാണ് ഉത്തരം. കാരണം കത്താനുള്ള ഓക്സിജൻ ടൈറ്റന്റെ അന്തരീക്ഷത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സുരക്ഷിതമായ കോൾഡ് സ്റ്റോറേജ് ആണ്. 2005 കാസിനി ഹൈജൻസ് എന്ന ദൗത്യം ടൈറ്റന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഈ അത്ഭുത ലോകം നമുക്ക് മുന്നിൽ വെളിവായത്. -180°C തണുപ്പുള്ള ഈ ലോകത്ത് ജീവന്റെ സാന്നിധ്യമുണ്ടോ? ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത് ഇതിന്റെ ഉപരിതലത്തിനടിയിൽ വലിയൊരു സമുദ്രമുണ്ടെന്നാണ്. ഒരു പക്ഷേ അന്യഗ്രഹ ജീവന്റെ ഉറവിടമായേക്കാം അത്. മനുഷ്യരാശിയുടെ ഭാവി ഇന്ധന സ്രോതസ്സിലേക്കുള്ള അന്വേഷണമാണ് ടൈറ്റൻ. ഒരു പക്ഷേ ഭാവിയിൽ ഭൂമിയിലെ ഇന്ധന സ്രോതസ്സുകളെല്ലാം തീർന്നു കഴിയുമ്പോൾ മനുഷ്യൻ കണ്ണുവെക്കുന്ന ആദ്യത്തെ പെട്രോൾ പമ്പ് ടൈറ്റൻ ആയിരിക്കും. സൗരയൂഥത്തിലെ എണ്ണമറ്റ ഉപഗ്രഹങ്ങളുടെ ഇടയിൽ ടൈറ്റനെ വേർതിരിച്ചു നിർത്തുന്നത് അതിന്റെ കട്ടിയുള്ള അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിൽ ഇത്രയും സാന്ദ്രതയും കട്ടിയുമുള്ള മറ്റൊരു ഉപഗ്രഹം സൗരയൂഥത്തിലില്ല. ഭൂമിയുമായി ഇതിന് അത്ഭുതകരമായ സാമ്യതകളുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഇതിന്റെ അന്തരീക്ഷത്തിലും നൈട്രജനാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇവിടെയാണ് വ്യത്യാസം തുടങ്ങുന്നത്. ഭൂമിയിൽ നമുക്ക് ജീവവായുവായ ഓക്സിജൻ ലഭിക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മീഥേൻ മേഘങ്ങളാണ്. ഈ മേഘങ്ങളാണ് ടൈറ്റന് ആ നിഗൂഢമായ സ്വർണ്ണ നിറം നൽകുന്നത്. നമ്മുടെ ഭൂമിയിൽ വെള്ളം എങ്ങനെയാണോ ചക്രമണം ചെയ്യുന്നത്, അതുപോലെ തന്നെയുള്ളൊരു പ്രതിഭാസം ടൈറ്റനിലുമുണ്ട്. പക്ഷേ അവിടെ വെള്ളമല്ല, പകരം മീഥേൻ ദ്രാവകമാണെന്ന് മാത്രം. അന്തരീക്ഷത്തിലെ തണുത്തുറഞ്ഞ മീഥേൻ മേഘങ്ങൾ ചേർന്ന് മഴയായി പെയ്യുന്നു. ഈ മഴത്തുള്ളികൾ ചേർന്ന് ടൈറ്റന്റെ ഉപരിതലത്തിൽ പുഴയായും തടാകങ്ങളായും രൂപപ്പെടുന്നു. ഭൂമിയിലെ ജലചക്രമണത്തിന് പകരം ടൈറ്റനിലെ മീഥേൻ ചക്രമണം സജീവമാണ്. ഇത് ടൈറ്റനെ സൗരയൂഥത്തിലെ ഏറ്റവും സജീവമായ ഇടങ്ങളിലൊന്നാക്കി മാറ്റുന്നു. ടൈറ്റനിലെ താപനിലയെക്കുറിച്ച് കേട്ടാൽ നിങ്ങൾ അമ്പരന്നു പോകും. -150°C തണുപ്പാണ് അവിടെ. ഇത്രയും വലിയ കൊടും തണുപ്പിൽ ജലം അതിന്റെ സ്വഭാവം മാറ്റുന്നു. ഭൂമിയിൽ നമ്മൾ കാണുന്ന പാറകൾക്ക് പകരം ടൈറ്റനിലുള്ളത് മഞ്ഞുപാളികളാണ്. അതിശക്തമായ തണുപ്പ് കാരണം ഇവിടെയുള്ള മഞ്ഞുപാളികൾ ഭൂമിയിലുള്ള കരിങ്കല്ലിനേക്കാൾ കട്ടിയായി മാറുന്നു. അതായത് നമ്മൾ പാറകളായി കാണുന്ന ടൈറ്റനിലെ മലകളും കുന്നുകളും യഥാർത്ഥത്തിൽ ഉറച്ചുപോയ വെള്ളമാണ്. എന്നാൽ ഇതേ തണുപ്പിൽ മീഥേൻ വാതകം ദ്രാവകമായി പുഴകളായും തടാകങ്ങളായും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാസിനി ഹൈജൻ മിഷൻ ടൈറ്റനെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ടൈറ്റനിലെ ലിഗിയാമാരെ, ക്രാക്കന്മാരെ എന്നീ പടകൂറ്റൻ കടലുകളെക്കുറിച്ച് അവർ പഠിച്ചു. ഈ കടലുകൾ വെറും ജലാശയങ്ങളല്ല. ഈ കടലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിവാതകത്തിന്റെ അളവ് ഭൂമിയിലുള്ള എല്ലാ എണ്ണപ്പാടങ്ങളെക്കാളും എത്രയോ അധികമാണ്. മനുഷ്യരാശിയുടെ ഭാവിയിലെ ഊർജാവശ്യങ്ങൾ നിറവേറ്റാൻ ശേഷിയുള്ള ഒരു വമ്പൻ ഓയിൽ ഫാക്ടറിയാണ് ടൈറ്റൻ എന്ന് ഇത് തെളിയിക്കുന്നു. ശാസ്ത്രലോകം ടൈറ്റനെ മൂൺ ഓഫ് ഓയിൽ അഥവാ ഇന്ധനത്തിന്റെ ഉപഗ്രഹം എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. ടൈറ്റന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഹൈഡ്രോ കാർബണുകളുടെ അളവ് ഏതൊരു ശാസ്ത്രജ്ഞനെയും ഞെട്ടിക്കുന്നതാണ്. നമ്മുടെ ഭൂമിയിൽ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ ഫോസിൽ ഫ്യൂൽസിനേക്കാൾ എത്രയോ മടങ്ങ് മീഥേനും ഈഥേനും അവിടെ സംഭരിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലെ പെട്രോളിയം നിക്ഷേപങ്ങൾ ടൈറ്റനിലെ ഈ ശേഖരത്തിനു മുന്നിൽ വളരെ ചെറുതാണ്. ഭാവിയിൽ ഭൂമിയിലെ ഇന്ധന സമ്പത്ത് പൂർണ്ണമായും തീരുമ്പോൾ മനുഷ്യരാശിക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും വലിയ സ്രോതസ്സായി ടൈറ്റൻ മാറും. പ്രകൃതിവാതകം ദ്രാവക രൂപത്തിലൊഴുകുന്ന കടലുകളും തടാകങ്ങളും ടൈറ്റനെ ഒരു അന്താരാഷ്ട്ര ഊർജ്ജ ഹബ്ബാക്കി മാറ്റാൻ ശേഷിയുള്ളതാണ്. ഭൂമിയിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് എന്നേക്കുമായി പരിഹാരം കാണാൻ ടൈറ്റനിലെ ഈ ഇന്ധന ശേഖരത്തിന് സാധിക്കും. ഇത്രയധികം ഇന്ധനം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു തീപ്പൊരി വീണാൽ അതൊരു സ്ഫോടനമായി മാറുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഇന്ധനം കത്തണമെങ്കിൽ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ സാന്നിധ്യം അനിവാര്യമാണ്. എന്നാൽ ഇത്രയും ഇന്ധനശേഖരമുള്ള ടൈറ്റന്റെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ല.
ടൈറ്റനിലെ ഇന്ധനം നമ്മൾക്ക് ഭൂമിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ? ടൈറ്റനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇന്ധനം എത്തിക്കുക എന്നുള്ളത് കേവലം ഒരു സാങ്കേതിക വിദ്യ മാത്രമായിരിക്കില്ല. അത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗതാഗത ദൗത്യമായിരിക്കും. കോടിക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അതിശൈത്യമുള്ള അന്തരീക്ഷത്തിൽ നിന്നും ഇന്ധനം ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഭാവിയിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഈ ഇന്ധനക്കപ്പൽ അനിവാര്യമാണ്. ടൈറ്റനിൽ ജീവനുണ്ടോ? ഈ ചോദ്യം വർഷങ്ങളായി ശാസ്ത്ര ലോകത്തെ അമ്പരിപ്പിക്കുന്ന ഒന്നാണ്. ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാനം ജലമാണെങ്കിൽ ടൈറ്റനിൽ കഥ മാറുന്നു. അവിടെ മീഥേൻ ആണ്. ജലത്തിന് പകരം മീഥേൻ ദ്രാവകം ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയാവുന്ന വിചിത്രമായ സൂക്ഷ്മജീവികൾ അവിടെ ഉണ്ടാകാമെന്ന് ശാസ്ത്രലോകം കരുതുന്നു. നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ജൈവഘടനയായിരിക്കും ടൈറ്റനിലെ ജീവനുകൾക്ക്. ടൈറ്റന്റെ ഉപരിതലം അതിശൈത്യത്താൽ ഉറച്ചതാണെങ്കിലും അതിന് താഴെ മറ്റൊരു ലോകമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഉപരിതലത്തിന് കിലോമീറ്ററുകളോളം താഴെ ഒരു ഉപ്പുജല തടാകമുണ്ടെന്നാണ് നിഗമനം. ഈ അന്തർഭാഗത്തെ സമുദ്രത്തിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഉപരിതലത്തിലെ മീഥേൻ തടാകങ്ങളും ഉള്ളിലെ ജലസമുദ്രവും ടൈറ്റനെ ഒരു ഡബിൾ വേൾഡ് ആക്കി മാറ്റുന്നു. നാസയുടെ ഏറ്റവും വലിയ ഭാവി ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ. 2028 പുറപ്പെട്ട് 2034 ടൈറ്റനിൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. ഒരു വലിയ ഡ്രോൺ പോലെ പ്രവർത്തിക്കുന്ന ഈ പേടകം ടൈറ്റന്റെ കട്ടിയുള്ള അന്തരീക്ഷത്തിലൂടെ പറന്നു നടന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഉപരിതലത്തിൽ പല സ്ഥലങ്ങളിലും മാറി മാറി ഇറങ്ങി അവിടുത്തെ ദ്രാവകങ്ങളും മണ്ണും ശേഖരിക്കും. ഈ ശേഖരിച്ച ദ്രാവകങ്ങളും മണ്ണും പരിശോധിക്കാനും അതിൽ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനും ഡ്രാഗൺ ഫ്ലൈക്ക് സാധിക്കും. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പറക്കുന്ന ദൗത്യമായിരിക്കും ഇത്. ഭാവിയിൽ മനുഷ്യർക്ക് ടൈറ്റനിൽ കോളനികൾ സ്ഥാപിക്കാൻ സാധിക്കുമോ? ചൊവ്വയെ അപേക്ഷിച്ച് ടൈറ്റനിലെ കട്ടിയുള്ള അന്തരീക്ഷം മനുഷ്യ ശരീരത്തിന് ബഹിരാകാശ വികിരണങ്ങളിൽ നിന്നും കൂടുതൽ സംരക്ഷണം നൽകുന്നുണ്ട്. ഇത് കോളനികൾ സ്ഥാപിക്കാൻ ഏറ്റവും അനുകൂലമായൊരു ഘടകമാണ്. പക്ഷേ അവിടുത്തെ -180°C തണുപ്പ് അത് അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. ഈ അതിശൈത്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യന്റെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വീടായി ടൈറ്റൻ മാറിയേക്കാം. ടൈറ്റൻ നമുക്ക് നൽകുന്ന പാഠം ഈ പ്രപഞ്ചം എത്രത്തോളം വൈവിധ്യപൂർണമാണ് എന്നതാണ്. ഭൂമിയിൽ നമ്മൾ ജീവന്റെയും ഊർജത്തിന്റെയും സ്രോതസ്സായി കാണുന്ന പലതും മറ്റ് ഗ്രഹങ്ങളിൽ പല രൂപത്തിലും പല രീതിയിലുമാണുള്ളത്. ഭൂമിയിലെ പെട്രോളിയം ശേഖരം പോലെ അമൂല്യമായൊരു നിധിശേഖരം പ്രകൃതിദത്തമായി ഒരു ഉപഗ്രഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. ശനിയുടെ ഈ വലിയ ഉപഗ്രഹം പ്രപഞ്ചത്തിലെ വിഭവസമൃദ്ധിയുടെ ഏറ്റവും വലിയ അടയാളമാണ്. മനുഷ്യരാശിയുടെ വളർച്ചയും സാങ്കേതിക വിദ്യകളുടെ കുതിച്ചുചാട്ടവും പരിഗണിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ടൈറ്റൻ നമ്മുടെ ഏറ്റവും വലിയ ഫ്യൂൽ സ്റ്റേഷനായി മാറിയേക്കാം. ഭൂമിയിലെ വിഭവങ്ങൾ തീരുന്ന കാലത്ത് നക്ഷത്രാന്തര യാത്രകൾക്കും കോളനികൾക്കും ഊർജം നൽകുന്ന വലിയൊരു സ്രോതസ്സായി ടൈറ്റൻ മാറും. സൗരയൂഥത്തിലെ മനുഷ്യന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ടൈറ്റനിലെ ഈ ഇന്ധനശേഖരം വഹിക്കുന്ന പങ്ക് ചെറുതായിരിക്കില്ല. രാത്രികാല ആകാശങ്ങളിൽ ശനിഗ്രഹത്തിനരികിൽ ഒരു മഞ്ഞ ബിന്ദുവായി തിളങ്ങുന്ന ആ ഗോളം അതിന്റെ കട്ടിയുള്ള അന്തരീക്ഷത്തിന് താഴെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിശയകരമായൊരു ലോകമാണ്. മീഥേൻ പുഴകളും ഐസ് പർവ്വതങ്ങളും ഇന്ധനം നിറഞ്ഞ കടലുകളും അവിടെ നമുക്കായി കാത്തിരിക്കുന്നു. ശനിയുടെ ഈ ഓയിൽ മൂൺ വരും തലമുറകളെ ഇനിയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശാസ്ത്രത്തിന്റെ ഓരോ ചുവടുവെപ്പും ടൈറ്റനെ കുറിച്ചുള്ള പുതിയ അത്ഭുതങ്ങൾ നമുക്ക് തുറന്നു തരും. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈ വിചിത്രമായ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വെറുമൊരു ബഹിരാകാശ പഠനമല്ല, മറിച്ച് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു മുൻകരുതൽ കൂടിയാണ്. പ്രപഞ്ചത്തിലെ ഇത്തരം വിസ്മയങ്ങളും ശാസ്ത്ര നിഗൂഢതകളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതിലും അത്ഭുതം നിറഞ്ഞ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ഐ വിൻജോ സൈനിങ് ഓഫ്.